Alhamdulillahi Rabbil Alameen wassalatu wassalamu ala rasulihi Muhammad wa ala alihi wa ashabihi ajma'in amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Fa'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Assalamu alaikum. Wa alaikum assalam. ഞാൻ റെക്കോർഡിംഗ് ഓൺ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ നമ്മള് ഫോം 1 to 7 പഠിച്ചു, 9 പഠിച്ചു. ഫോം 1 to 7 പഠിച്ചു, പിന്നെ 9 പഠിച്ചു. 8ഉം 10ഉം ആണ് നമ്മൾ മിസ്സിംഗ് ആയിട്ടുള്ളത്. അത് രണ്ടും ഇന്ന് പഠിക്കുകയാണ്. ഇന്ന് അത് രണ്ടും 10 മിനിറ്റ് കൊണ്ട് തീരും. 10 മിനിറ്റ് പോലും എടുക്കൂല അത് തീർക്കാനായിട്ട്. രണ്ട് ബാബേ ഉള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് സർഫ് പ്രാക്ടീസ് ചെയ്യാൻ സമയം വേണമെന്നല്ലേ പറഞ്ഞത്? ഉറപ്പാണല്ലോ അല്ലെ? തറവാക്കാൻ സമയം വേണമെന്നല്ലേ പറഞ്ഞു? ഈ 3-4 ദിവസം നിങ്ങളുടെ ഒന്നും എന്തെങ്കിലും നടന്നാ വേണോ അല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് ഞാൻ ക്ലോസ് ചെയ്താ പിന്നെ 4, 5, 6 ദിവസം ഉണ്ടാവും അല്ലെ നിങ്ങക്ക് ഹോളിഡേ? ടു മച്ച്. അപ്പോ നിങ്ങൾ ഒരു പണി ചെയ്യാ, ഈ 6 ദിവസം കൊണ്ട് ഈ 6 + 9 ബാബ്സ്. ഓക്കെ. ഇപ്പൊ 2 ബാബ് വേണമെങ്കിൽ ഒരു ദിവസം, 2-3 ബാബ് ഒരു ദിവസം എന്നുള്ള രീതിയിൽ നിങ്ങൾ 3-4 ദിവസം കൊണ്ട് ഇപ്പൊ കുറച്ചൊക്കെ പഠിച്ചു കാണുമല്ലോ. പിന്നെ ബാക്കിയുള്ളതും കൂടെ അങ്ങനെയാണെങ്കിൽ തറവാക്കുക, നന്നായിട്ട് തറവാക്കുക. ഇത് ഇനി ഞാൻ ഇതിനു വേണ്ടി ഒരു സമയം തരൂല. ഇപ്പൊ തന്നെ ടൂ മച്ച് ആണ്. എന്നാലും കുഴപ്പമില്ല, സർഫല്ലേ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. നിങ്ങൾ ശരിക്കും പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറ മുനാഫിഖുൻ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗോ ഓൺ വിത്ത് ബുക്ക് 2. അപ്പൊ അടുത്ത ആഴ്ച ആകുമ്പോൾ നിങ്ങൾ ബുക്ക് 2യുടെ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് റെഡിയാക്കി വെക്കണം. ബുക്ക് 2യുടെ മെയിൻ ബുക്ക് എന്തായാലും പ്രിന്റ് ഔട്ട് വേണം, അത് മസ്റ്റ് ആണ്. പിന്നെ കീയും വേണം. കീയും മെയിൻ ബുക്കുമാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അത് വീഡിയോ ആണ്. കീയുടെയും മെയിൻ ബുക്കിന്റെയും പ്രിന്റ് ഔട്ട് മസ്റ്റ് ആയിട്ട് വേണം. ഞാൻ പറഞ്ഞത് നമ്മൾ ഓരോരുത്തരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് എന്താന്ന് എനിക്കറിയില്ല. അപ്പൊ അത്യാവശ്യമുള്ളത് മാത്രം പ്രിന്റ് ഔട്ട് എടുത്താൽ മതി. ഇഫ് യു ഹാവ് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളവര് അത്യാവശ്യമുള്ളത് വെച്ചാൽ മെയിൻ ബുക്കും വേണം, കീയും വേണം. ഇത് രണ്ടും മസ്റ്റ് ആയിട്ട് വേണം. പിന്നെ ബാക്കിയുള്ളത് ഇപ്പൊ ഹലോത്തമാരിയും പിന്നെ ഹാൻഡ് ഔട്ടും നമ്മള് കമ്പ്യൂട്ടറിൽ ഉണ്ടെങ്കിൽ മതി, റെഫർ ചെയ്യാൻ മതി. അതിൽ കൂടുതൽ പ്രത്യേകിച്ചൊന്നും അതിൽ ചെയ്യാനില്ല. മറ്റേത് രണ്ടും എന്തായാലും കോപ്പി, ഹാർഡ് കോപ്പി നിങ്ങളുടെ കയ്യിൽ വേണം കേട്ടോ. അതൊന്ന്. അപ്പൊ അതൊന്ന്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ആഴ്ച ഇന്ന് മാത്രമേ ഞാൻ ക്ലാസ് എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ തിങ്കളാഴ്ചയാണ് അടുത്ത ക്ലാസ് ഉണ്ടാവുക ഇൻഷാ അല്ലാഹ്. അത് നമ്മൾ സൂറ മുനാഫിഖൂൻ ഞാൻ പറഞ്ഞ പോലെ loveforallah.net കയറുക. അതിൽ കയറിയിട്ട് സൂറ മുനാഫിഖൂന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക. അല്ലെങ്കിൽ എഴുതാവുന്നവർക്കാണെങ്കിൽ ദാറ്റ് ഇസ് ബെറ്റർ, നമുക്ക് എഴുതിയൊരു പ്രാക്ടീസും കൂടെ ആവും. ആ ഒരു ഫോമാറ്റിൽ അത് എഴുതുക. നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നാണ്. സോ ഐ എം നോട്ട് റിപ്പീറ്റിംഗ് ദാറ്റ് അഗൈൻ കേട്ടോ. അപ്പോ നിങ്ങൾ അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് റെഡി ആവുക. and then you come. Okay. അപ്പൊ നമ്മൾ ഇൻഷാല്ലാ തിങ്കളാഴ്ച അത് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി ഫോം 8 and ഫോം 10. അപ്പൊ ഫോം 8 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബാബ് ഇഫ്തിആൽ ആണ്. ബാബ് ഇഫ്തിആൽ. ഓക്കെ. ഇസ്തനബ യസ്തനിബു ഇസ്തിനാബൻ ഫഹു മുസ്തനിബുൻ ഉസ്തുനിബ യുസ്തനിബു യുസ്തനബു ഇസ്തിനാബൻ ഫഹു മുസ്തനബുൻ അൽഅംറു മിൻഹു ഇസ്തനിബ് വന്നഹ്യു അൻഹു ലാ തസ്തനിബ്. ഇത് ഇസ്തനബ ഇജ്തനബ എന്ന് പറയുമ്പോ നമ്മള് എന്താ പറയാ, ഒരു ഇതിലും എഫേർട്ട് എടുക്കുക എന്നുള്ള മീനിങ് വരുന്നുണ്ട്. യു ആർ ടേക്കിംഗ് എഫേർട്ട് ഫോർ യുവർ സെൽഫ് എന്ന് വെച്ചാൽ യു ആർ ടേക്കിംഗ് എഫേർട്ട് ടു കീപ്പ് അവേ, ഇത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് മീനിങ് വരുന്നത് ഇസ്തനബ എന്ന് പറയുമ്പോൾ. അപ്പൊ യു ആർ ടേക്കിംഗ് എഫേർട്ട്, നിങ്ങൾ സ്വയം എന്തെങ്കിലും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാറി നിൽക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് വരിക. അതൊരു മീനിങ്. പിന്നെ വേറെ മീനിങ് വരുന്ന എക്സാജറേഷന് വേണ്ടിയിട്ടും ഓവറായിട്ട് ഒരു കാര്യത്തിനെ പറയാനായിട്ടും ഈ ബാബ് യൂസ് ചെയ്യാറുണ്ട്. ഈ രണ്ട് മീനിങ് നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കുക. പിന്നെയും കോണ്ടെക്സ്റ്റ് അനുസരിച്ച് പല മീനിങ്ങും വരാം. ഓക്കെ. അത് നമ്മൾ ഖുറാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വി ക്യാൻ ട്രാൻസ്ലേറ്റ് ഇറ്റ്. പക്ഷെ ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു മീനിങ് വരുന്നത് യു ആർ ടേക്കിംഗ് എഫേർട്ട് ടു ടു ഡു സംതിങ് ഓൺ യുവർ ഓൺ ഫോർ യുവർ സെൽഫ്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതാണ് അതിന്റെ ഒരു മീനിങ് വരുന്നത്. അപ്പൊ ഇതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഇസ്തനബ മാദി, യസ്തനിബു മുദാരി, ഇസ്തിനാബൻ മസ്ദർ, മുസ്തനിബുൻ എന്ന് പറയുന്നത് ഹിസം ഫാഇൽ, പിന്നെ ഉസ്തുനിബ മാദി മജ്ഹൂൽ, യുസ്തനബു
മുദാരി മശൂൽ, ഇസ്തിനാബൻ again മസ്ദർ, പിന്നെ മുസ്തനബുൻ that is basically the ism maf'ul, പിന്നെ അമർ ഇസ്തനിബ്, നഹി തജ്തനിബ്. ഓക്കെ, മുജ്തനബുൻ ആണ് എന്ന് വെച്ചാൽ ഇസം മഫൂലിന്റെ അതേ പാറ്റേൺ ആണ് ദർഫും വരുന്നത്. ഓക്കെ, ഇത് തറവാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഈ ഒരാഴ്ച ശരിക്കും പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂറ മുനാഫിഖൂൻ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പാറ്റേൺ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പാറ്റേൺ ഓർമ്മ വരും, നിങ്ങൾക്ക് ഇത് തറവാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല നമ്മളത് ചെയ്യുമ്പോൾ, നമുക്കറിയാൻ പാടില്ല. ഓക്കെ, പിന്നെ ഒരാൾ പറഞ്ഞു തരുമ്പോ ഓക്കെ ഓ അതാണല്ലോ എന്ന് ചിന്തിച്ച ഒരു രസമില്ല. നമ്മൾ തന്നെ ആ ഒരു ഫെയില് കാണുമ്പോൾ, ഒരു പാറ്റേൺ കാണുമ്പോൾ ഓക്കെ ഇത് ഏത് ബാബായിരിക്കും, ഏത് പാറ്റേൺ ആയിരിക്കും എന്ന് സ്വയം കണ്ടുപിടിക്കുമ്പോൾ എക്സൈറ്റ്മെന്റ് വേറൊരാൾ പറഞ്ഞു തരുമ്പോ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു 5-6 ദിവസം നല്ല തറവായിട്ട് പഠിച്ചോളാം കേട്ടോ. അപ്പൊ ഇത് ഇതിന്റെ മസ്ദറിന്റെ ഫോം ഇസ്തിനാബൻ ഫോം, ഇഫ്തിആൽ ഫോം, അതാണ് ഇതിന്റെ പേര്. ഇത് ഫോം 8 ആണ്. അത്രയുള്ളൂ ഇതിനെ കുറിച്ച് പറയാനായിട്ട്. പിന്നെ ഉള്ളതാണ് ഫോം 10. ഫോം 10 ഒരു ഓർഡറിലല്ലേ ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ഫോം 10 ബാബ് ഇസ്തിഫ്ആൽ. ഇസ്തിഫ്ആൽ ഫോം 10 ഒരു സീൻ എക്സ്ട്രാ വരുന്നുണ്ട്. ഇവിടെ സീൻ എക്സ്ട്രയുടെ ചാർട്ട് നിങ്ങൾക്ക് ഈ ബുക്കിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഓരോ ബാബിലും ഏതൊക്കെ ലെക്ചേഴ്സ് ആണ് എക്സ്ട്രാ വരണേന്നുള്ള ഒരു ചാർട്ട് ഈ ബുക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഈ ബാബ്സ് 9 സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പുള്ള ഒരു കോളം ഉണ്ട്. അത് പേജ് നമ്പർ ഏതാന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പേജ് നമ്പർ 94 ഏതൊക്കെയാണ് ഓരോ ബാബിലെയും എക്സ്ട്രാ ലെറ്റേഴ്സ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ റെഫർ ദാറ്റ്. പക്ഷെ ബാബ് 10ന്റെ ഒരു പ്രത്യേകത സീൻ, നോട്ട് ചെയ്യുന്നതാണ്. ആ സീൻ അതിലുണ്ടാവും. ഓക്കെ, അതിന്റെ ഒരു എക്സ്ട്രാ ലെറ്റർ ആയിട്ട്. അപ്പൊ ഇസ്തൻസറ യസ്തൻസിറു ഇസ്തിൻസാറൻ ഫഹുവ മുസ്തൻസിറുൻ വ ഉസ്തുൻസിറ യുസ്തൻസറു ഇസ്തിൻസാറൻ ഫഹുവ മുസ്തൻസിറുൻ ഇസ്തൻസിർ തസ്തൻസിർ. ഇതാണ് ഇതിന്റെ ഫോംസ്. സർഫ് കബീർ. ഇതിൽ സീൻ അവിടെ വരുമ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് സീക്ക് ചെയ്യാന്നാണ്. നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്, ഒരാളുടെ പുറകെ നടന്ന് ചോദിക്കുക. നമ്മൾ യു ആർ സെർച്ചിങ് എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത് ആ സീൻ വരുമ്പോ. അപ്പൊ ഇസ്തൻസറ എന്ന് പറഞ്ഞാൽ യു ആർ സീക്കിംഗ് ഫോർ ഹെൽപ്പ്. നസറ എന്ന് പറയുന്നതാണ് ഇതിന്റെ റൂട്ട് ലെറ്റർ വരുന്നത്. അപ്പൊ അതിന്റെ കൂടെയാണ് ഈ എക്സ്ട്രാ ലെറ്റേഴ്സ് ആഡ് ചെയ്തപ്പോ ഇസ്തൻസറ. അപ്പൊ നസറ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ആണ് ഇല്ലേ. അപ്പൊ ഹി ഹെൽപ്പ് എന്നാണ്. അപ്പൊ ഹി സീക്കിംഗ് ഫോർ ഹെൽപ്പ് എന്നാണ് മീനിങ് വരുന്നത്. ഇപ്പൊ നമ്മള് ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറുൻ എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ. ഇസ്തിഗ്ഫാറുൻ അതാണ് ഇസ്തിഫ്ആലുൻ ഫോം. ഓക്കെ, സീക്കിംഗ് forgiveness. ഓക്കെ, നമ്മൾ പഠിച്ചവന്റെ അടുത്ത് forgiveness സീക്ക് ചെയ്യാണ് ഇസ്തിഗ്ഫാർ. അണ്ടർസ്റ്റുഡ്? അതാണ് അതിന്റെ മീനിങ് വരുന്നത്. വേറെ ഒരു എക്സ്ട്രാ ഇൻഫർമേഷനും ഇപ്പോ ഈ ബാബിനെ കുറിച്ച് പറയാനില്ല. ഇറ്റ്സ് ജസ്റ്റ് ദ മീനിങ് ആൻഡ് ദിസ് ഫോം, ദാറ്റ്സ് ഓൾ. ക്ലിയർ ആണോ ഇത് രണ്ടും? ഓക്കെ, അന്ന് ഇനി പേനയും പെൻസിലും ഒക്കെ എല്ലാവരും എടുത്തോ. ഞാൻ 3-4 ആയ തരാം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. പേനയും പെൻസിലൊക്കെ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ഈ 2 ബാബ് ഫോം 1 to 10 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫോം 1 6 സ്മോൾ ബാബ്സ്, പിന്നെ എല്ലാം ഇൻഡിവിജ്വൽ ഓരോ ബാബ്സ് ആണ്. സോ യു നീഡ് ടു ലേൺ ഓൾ ദിസ് ബൈ ഹാർട്ട് 100%. ഉറക്കത്തിൽ നിന്ന് എണീറ്റാ പോലും ചോദിക്കുന്ന രീതിയിൽ തറവാകുകയാണെങ്കിൽ your journey ahead will be very easy. Journey ahead will be very easy. ഇനി ഇത് ബേസിക് സർഫ് ആണ്. ഇനി അഡ്വാൻസ്ഡ് സർഫ് ഉണ്ട്. അത് വീക്ക് ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള ഫോർമേഷൻ ആണ്. പക്ഷെ ഈ ബേസ് തറവാണെങ്കിൽ അത് എളുപ്പമായിരിക്കും. ഇത് തറവ് അല്ലെങ്കിൽ എല്ലാം ചളവാവും, നിങ്ങൾ ഇട്ടിട്ട് പോവും എന്നുള്ളൊരു 101% ഞാൻ എഴുതി തരാം. ഇത് ബുക്ക് 2യുടെ എൻഡിലാണ് അത് വരുന്നത്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പോകും ഇത് തറവല്ലെങ്കിൽ. ഓക്കെ ഓക്കെ, അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ 4 ആയ തന്നിട്ടുണ്ട് ഇവിടെ. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത മീനിങ്സും അതിലുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിൽ നോക്കിയിട്ട് ഏത് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക.
ഓരോ ഫീലിന്റെ ഫായില് എന്താണ്. ഇപ്പൊ ഫസ് അലു അഹ്ലദിക്രി, ഇതില് ഫസ് അലു എന്ന് പറയുന്നത് ഏത് ബാബാണ്, ഏത് ഫോമാണത്, അതിന്റെ ഫായിൽ ആരാണ് എന്നൊക്കെ നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് എഴുതുക. ഓക്കെ, ഐ ഗിവ് യു 10 മിനിറ്റ്സ് തരാം. ഇപ്പൊ 7:50 അല്ലെങ്കിൽ നോക്കിയിട്ട് മേ ബി 2 or 3 minutes എക്സ്ട്രാ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ ഉന്നൂർ എന്താണ്, ഏത് ഫെയിലാണ്, അതിന്റെ ഫായിൽ ആരാണ്. ഓക്കെ, അറിയാൻ പാടില്ലാത്ത ഫീലിനെ കുറിച്ച് വറി ചെയ്യണ്ട, ബട്ട് കുറച്ച് മീനിങ്സ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ട്രൈ ടു കണക്ട് ദ മീനിങ്സ്. കറക്റ്റ് ആയിട്ടുള്ള ഫായിൽ എന്താണ്, ഏത് ഫോമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കൃത്യമായിട്ട് നോക്കിയിട്ട് മുദാഫിലിയാണ് എങ്കിൽ അത് ആ ഒരു രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോ 7:41, സോ 7:51 വരെ സമയം തരാം. ബിസ്മില്ലാ. കഴിഞ്ഞ് കഴിയുമ്പോൾ ഡൺ അടിക്കുക കേട്ടോ. കഴിഞ്ഞോ എല്ലാവരും? കുറെ പേര് ഡൺ അടിച്ചിട്ടുണ്ട്. അൻവർ ഉണ്ടല്ലേ? അൽഹംദുലില്ലാ. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് തുടങ്ങാം. ഓക്കെ, ഫാ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഫാ എന്ന് പറയുന്ന അത്തഫാണ്. ഡോണ്ട് ബോദർ. ഫാന് പല മീനിങ് വരും. ഓക്കെ, സോ ഡോണ്ട് വറി. ചിലപ്പോ ആൻഡ് എന്ന് പറയും, ദെൻ എന്ന് പറയും, പല മീനിങ് ഫാന് വരാം. ഓക്കെ, സോ ഡോണ്ട് വറി അബൌട്ട് ഫാ നൗ. അപ്പോ ഫസ് അലു അഹ്ല ദിക്രി. അഹ്ല ദിക്രി അതെന്താണ് അതിന്റെ കൺസ്ട്രക്ഷൻ? ഇറ്റ് ഇസ് മുദാഫിലിയാണ്. യെസ്, ഓക്കെ. അപ്പോ പിന്നെ അത് മൻസൂബാണ്. മൻസൂബ് നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ മൻസൂബ് വരുമ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബേസിക്കലി ഒരു ഫീല് കഴിഞ്ഞിട്ട് ഒരു മൻസൂബ് വരുമ്പോ ഓബ്ജക്റ്റിന്റെ പൊസിഷനിലാണ്. ഈ ഓബ്ജക്ട്സ് എല്ലാം മൻസൂബായിട്ടാണ് വരിക, എന്ന് വെച്ചാൽ ഫത്തയായിട്ടായിരിക്കും വരിക. അത് നമ്മൾ പഠിച്ചിട്ടില്ല. അത് ബുക്ക് 2 നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഫസ് അലു എന്ന് പറയുന്നില്ല, അസ് അലു. ഇതില് ഇത് ഏത് ഫീൽ, ഇത് ബാബ് ഏതാണ്? ഫസ് അലു ബാബ് ഏതാണ്? യെസ്, ബാബ് ഫത്തഹയാണ്. ബാബ് ഫത്തഹ. ബാബ് സഅല യസ്അലു. സഅല യസ്അലു. ഓക്കെ, അപ്പൊ ഇത് ബേസിക്കലി പറയുന്നത് അമറാണിത്. ഇതെന്താണിത്? എന്തായിട്ട് വരും ഇത്? ഇത് അമറാണ്. അപ്പോ സഅല യസ്അലു, ബാബ് ഫത്തഹയുടെ അമർ എന്താണ്? ഇഫ്തഹ്. ബാ ഫത്തഹയുടെ അമർ ഇഫ്തഹാണ്.
അപ്പൊ സഅലയുടെ അമർ എന്താണ്? ബേസിക് ഫോം. അൻത ഫോം എന്താണ്? ഇഫ്തഹ ആണെങ്കിൽ സഅലയുടെ ഇസ്അൽ, ഇസ്അൽ. അപ്പൊ ഇത് ഏത് ഫോമാണ്? അപ്പൊ ഇതിന്റെ ഇസ്അൽ ഹാദിറാണ്, ഫ്രണ്ടിലുള്ള ആളുടെ ആണ് ഇസ്അൽ, അൻത ഫായിലായിട്ട്. അപ്പൊ ഇസ്അൽ, ഇസ്അല, അതിന്റെ 6 പറഞ്ഞേ. ഇസ്അൽ, ഇസ്അല, ഇസ്അലു, ഇസ്അലു. അപ്പൊ ഇതിന്റെ ഫായിൽ ആരാണ്? ഇസ്അൽ, ഇസ്അല, ഇസ്അലു, ഇസ്അലി, ഇസ്അല, ഇസ്അൽന. അതാണ് 6 ഹാദിർ. ഓക്കെ, ഇതിന്റെ ഫായില് നോട്ട് അൻത, അൻതും. യെസ്, യു ഓൾ, യു ഓൾ ആസ്ക്. ഓക്കെ, ഇതിന്റെ ഫായിൽ അൻതുമാണ്. ഓക്കെ, സോ യു ഓൾ ആസ്ക്, മാസ്കുലിൻ പ്ലൂറലാണ്. യു ഓൾ ആസ്ക്, യു ഓൾ ആസ്ക് ഹൂ? ഒബ്ജക്റ്റ്. ആരോട് ചോദിക്കണം? യെസ്, യു ഓൾ മെയിൽ റംല. ആരോട് ചോദിക്കണം? അഹ്ല, പീപ്പിൾ ഓഫ് റിമെമ്പറൻസ്. അഹ്ല ദിക്രി, പീപ്പിൾ ഓഫ് റിമെമ്പറൻസ് എന്നാണ്. അപ്പൊ ഇത് മൻസൂബ് ആയതുകൊണ്ട് നമുക്കറിയാം ആരോടാണ് ചോദിക്കേണ്ടതെന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒബ്ജക്റ്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒബ്ജക്റ്റ് അറബിക്കില് 3-4 തരമുണ്ട് മൻസൂബ് സ്റ്റേറ്റസിൽ വരുന്നത്. അതിനെ കുറിച്ച് വറി ചെയ്യേണ്ട, ഓരോന്ന് 1 by 1 ആയിട്ട് നമ്മൾ പഠിക്കും ഇൻഷാല്ലാ. ബുക്ക് 2-ലാണ് അത് പഠിക്കുക. അപ്പൊ യു ഓൾ ആസ്ക് ദ പീപ്പിൾ ഓഫ് റിമെമ്പറൻസ് എന്നാണ്. ദെൻ അല്ലെങ്കിൽ ആൻഡ് യു ഓൾ ആസ്ക് ദ പീപ്പിൾ ഓഫ് റിമെമ്പറൻസ് എന്നാണ് അതിന്റെ മീനിങ് വരിക, ട്രാൻസ്ലേഷൻ വരിക. ഓക്കെ, ഇനി ഉന്ദുർ. ടു പീപ്പിൾ ഹു റിമെമ്പർ എന്ന് പറയുമ്പോ നമ്മൾ ബേസിക്കലി ഇംഗ്ലീഷ്, നമ്മൾ അറബിക് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാം. നമ്മൾ എന്ത് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാം, നമ്മൾ അതിന്റെ ഒരു അർത്ഥം എടുത്തിട്ട് നമ്മൾ നമ്മളുടെ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. അപ്പൊ ഇപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പല രീതിയിൽ നമ്മൾ എഴുതും, പക്ഷെ ഉദ്ദേശിക്കുന്ന ഇതാണ്. നിങ്ങൾ ചോദിക്കുക, ആരോട് ചോദിക്കുക? എന്ന് വെച്ചാൽ പടച്ചോനെ ഓർക്കുന്ന ആൾക്കാരോട് ചോദിക്കുക, എന്ന് വെച്ചാൽ റിമെമ്പറൻസ് ഉള്ള ആൾക്കാരോട് ചോദിക്കുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിപ്പോ ഏത് ഭാഷയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഉന്ദുർ കൈഫ ഫദ്ദൽന ബഅലഹും അലാ ബഅലിൻ. ഉന്ദുർ ഏത് ബാബാണ്? യെസ്, നസറ യൻസുറു, നദറ യൻദുറു. ഓക്കെ, ഇത് ഏത് ഫോമാണ്? ആ ബാബിന്റെ ഏത് ഫോമാണിത്? യെസ്, ഇറ്റ് ഈസ് എ അമർ. ഉൻസുർ, ഉൻസുർ ഫോമാണിത് അല്ലെ? മജ്ഹൂലോ? നോ, ഇറ്റ്സ് നോട്ട് മജ്ഹൂൽ, ഇറ്റ്സ് ഉൻദുർ. നദറ യൻദുറു, നസറ യൻസുറു, ഉൻസുർ. ഓക്കെ, അപ്പൊ ദിസ് ഇസ് അമർ. കൈഫ, ഹൗ, അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഫദ്ദൽന, ഉൻദുർ ലുക്ക്. ഓക്കെ, ലുക്ക്. അമർ ലുക്ക് ആണ്, അതിന്റെ ഫായിൽ ആരാണ്? അന്ത. യു ലുക്ക്. ഹൗ? ഫദ്ദൽന. ഫദ്ദൽന ഏത് ബാബാണ്, ഏത് ഫോമാണ്? പറയൂ. മാദി. ഓക്കെ, ബാബിന്റെ പേര് പറ. യെസ്, റിയാസ്, കറക്റ്റ്. നീനെ സായതൊക്കെ പറഞ്ഞത് കറക്റ്റ് ആണ്, ബട്ട് യു ഡിഡ്ന്റ് സേ ദ നെയിം ഓഫ് ദ ബാബ്. ആൻഡ് വിച്ച് ഫോം ഇസ് ഇറ്റ്? ഏത് ഫോമാണ്? Yeah, it is form 2. Okay, bab tafil, sarrafa yusarrifu. Okay, so here faddala yufaddilu, faddala yufaddilu. ഇനി ഇത് ഏത് ഫോം ആണിത്? ഇത് മാദിയാണോ മുദാരിയാണോ? ഇറ്റ്സ് മാദി. അപ്പൊ മാദിയുടെ ഏത് ഫോം ആണിത്? ഫായിൽ ആരാണ്? ഫായിൽ ആരാന്ന് പറഞ്ഞാൽ മതി. യെസ്, മുബി കറക്റ്റ്. Arisha correct. Yes, Shahida, Neena, Shanara, yes, all correct. Okay. Faddala, faddala, faddalu, faddalat, faddalata, faddalna, faddalta, faddaltuma, faddaltum, faddalti, faddaltuma, faddaltunna, faddaltu, faddalna. Okay. So it is nahnu. So we. Appa inde file ara? We. Okay. So we favored. You look. How? We favored.
Ba'lahum ala ba'lin. Ba'la എന്ന് പറഞ്ഞാൽ some of them. Ba'lahum. Hum's mudafili. Ba'la is mudaf. Some of them ala upon ba'lin some. Okay, look how we favored some of them over some. Clear or not? It's easy, right? Rule അറിയാം, ബാബ് അറിയാം, മീനിങ് അറിയാം. മീനിങ്ങിലാണ് നമ്മൾ ഇനിയും അഡ്വാൻസ് പോയാലും സ്റ്റക്ക് ആവുന്നത്. It's easy if you know everything. Okay, ini qala ya bunayya la taqsus ru'yaka ala ഇഖ്വതിക. യേശാനാര ബാബ് തറവായിരിക്കണം. എന്നാലേ ഇപ്പൊ ഫദ്ദലിനെ ചോദിച്ചപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് കുറെ പേര് പറഞ്ഞു how did you do it because you know the bab by heart. അതുകൊണ്ടാണ്. Qala, he said, നമ്മൾ പഠിച്ചിട്ടില്ല, അഡ്വാൻസ്ഡ് ആണ്, so leave it. ബുനയ്യ, യാ ബുനയ്യ എന്ന് വെച്ചാൽ കുഞ്ഞു വാവേ എന്ന് പറയുന്നതാണ്, ഭയങ്കര സ്നേഹത്തോടെ വിളിക്കുന്നതാണ്. He said, oh my son, okay, ലാ തഖ്സുസ്, ലാ തഖ്സുസ്. ഈ ലാ എന്ത് തായാണ്? എന്ത് ലായാണത്? ലാ. What ലാ is it? Yes, it is nahi, law of nahi. Okay, അതുകൊണ്ടാണ് മുദാരേന് മജ്സൂം വന്നിരിക്കുന്നത്. തഖ്സുസ്, ഖസ്സ യഖുസ്സു, അത് നമ്മൾ പഠിച്ചിട്ടില്ല. ഖസ്സ യഖുസ്സു മജ്സൂം. So do not narrate, അല്ലെങ്കിൽ പറയരുത്. Do not say, do not പറയരുത്. ഫാദർ പറയാണ്. ആരോടാണ്? യൂസുഫ് അലൈഹി ഇസ്ലാമിനോട് പറയാണ്. സൂറ യൂസുഫിന്റെ ആയാണ്. Father is saying, oh my son, don't narrate, don't tell. What? Ru'yaka, ru'yaka. Don't narrate what? Ru'yaka എന്ന് വെച്ചാൽ your dream. Ru'yaka, mudaf, mudafili. Okay, don't narrate your dream. Ala, to. അല എന്ന് പറഞ്ഞാൽ പല മീനിങ് വരും കേട്ടോ. ഇവിടെ upon വന്നു, അല ഇപ്പൊ to വരും, on വരും. It depends on the context. To ഇഖ്വതിക. ഇഖ്വത്തുൻ, ഇഖ്വത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഖ്വതിക, two brothers, your brothers. മുദാഫ് മുദാഫിലി. Oh my son, do not tell your dream to your brothers. അത്രേ ഉള്ളൂ. ഇനി ഫദ്ഖുലി ഫി ഇബാദി. ഫ again, and, okay, അല്ലെങ്കിൽ then. ഫദ് ഹുലിയാണ്. ഫ ഇത് കണക്ട് ചെയ്ത് വന്നിരിക്കുന്നതാണ്, കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതെന്താണ്? ഇത് ദുഖുലി എന്ന് പറയുന്നത് എന്താണ്? It is a amar ആണ്. Okay, and it is, who's the file? Who's the file? Masculine or feminine you? അതാണ് എനിക്കറിയേണ്ടത്. Masculine or feminine you? Yes, anti. It is anti. You feminine ആണത്. Because udkhuli, bab nasara, dakhala yadkhulu, bab nasara udkhul. Okay, udkhul, udkhula, udkhulu, udkhuli, anti. You enter. Fi ibadi, fi ibadi. Ibadi എന്ന് പറയുന്നത് മുദാഫ് മുദാഫിലെയാണ്. സമയമില്ല, 5 മിനിറ്റേ ഉള്ളൂ. ഫി ഇബാദി എന്ന് പറയുന്നത് മുദാഫ് മുദാഫിലെയാണ്. ഓക്കെ, മൈ സ്ലേവ്സ്. ഓക്കെ, മൈ സ്ലേവ്സ്. ഫി ഇബാദി. അപ്പൊ യു എൻറ്റർ എമംഗ് മൈ സ്ലേവ്സ്, ജോയിൻ മൈ സ്ലേവ്സ് എന്നാണ് പറയുന്നത്. യു എൻറ്റർ മൈ സ്ലേവ്സ്, യു എൻറ്റർ എമംഗ് മൈ സ്ലേവ്സ്. വദ്ഖുലി, ആൻഡ് യു എൻറ്റർ, എൻറ്റർ. ജന്നതി, മൈ ജന്ന, മൈ ഗാർഡൻ, മൈ ഹെവൻ. Okay, so enter my slaves, enter among my slaves and enter the Jannah. Wow, പഠിച്ചവൻ അങ്ങനെ ഒന്ന് പറയുന്ന ഒരു അവസരം ഒന്ന് ആലോചിക്കേ. വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഡേ, ഇൻഷാല്ലാ. സുബ്ഹാനല്ലാ. എല്ലാവർക്കും അത് പഠിച്ചവൻ തരട്ടെ, ഇൻഷാല്ലാ. ആമീൻ ആമീൻ ആമീൻ. യെസ്, അതിന് വേണ്ടിട്ടല്ലേ ഈ പാടുപെടുന്നത്. അല്ലാഹുവേ, പഠിച്ചവനെ സ്വീകരിക്കണേ. പഠിച്ചവനെ ഞങ്ങളുടെ അടുത്തുനിന്ന് എല്ലാവരുടെ അടുത്തുനിന്നും. ആമീൻ ആമീൻ. എനിക്കിത് കേൾക്കണം. I want to hear this from Allah, inshallah. Okay,
അപ്പൊ ക്ലിയർ ആണല്ലോ. ഇനി 4 മിനിറ്റേ ഉള്ളൂ. അപ്പൊ എത്ര പേര് തെറ്റ് വരുത്തി, എത്ര പേര് ശരി വരുത്തി, എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ആരാണെന്നുള്ള ആദ്യം പറ. ഓ ഷഹനാര, മാഷാ അല്ലാഹ്, കിടില. Few mistakes. 75%. Yeah, did mistakes. Mistakes on the meaning all correct. Few mistakes. 2 mistakes. Very good. എനിക്ക് തോന്നി, അല്ലാണ്ട് കിട്ടാൻ സാധ്യതയില്ല ഷാനാര. അതുകൊണ്ടാ, തഫ്സീർ അറിയാവുന്നോണ്ടാണ്. അല്ലാണ്ട് ഒട്ടും ബേസിക് ഇല്ലാത്തവർക്ക് പറ്റും, കുറച്ച് പണിയാണ്. Yeah, Babs, you have to study. Yes. Alhamdulillah, whatever it is, no problem. ഇത് നിങ്ങൾക്ക് അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. ജസ്റ്റ് ടു ഗെറ്റ് യൂസ് ടു ഇറ്റ്. പതുക്കെ പതുക്കെ നമ്മൾ അതിലേക്ക് കടക്കുകയാണല്ലോ. ഓക്കെ, അൽഹംദുലില്ലാ ജാസ്മിൻ. നമ്മള് പതുക്കെ പതുക്കെ അങ്ങോട്ട് കടക്കുകയാണ്. അപ്പൊ യു നീഡ് ടു ഗെറ്റ് എ ടേസ്റ്റ് ഓഫ് ഇറ്റ്. അപ്പൊ മിസ്റ്റേക്സ് വരും. എക്സ്പീരിയൻസ് ആണ് ഇത്. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ആസ് യു സെഡ് അലീഷ, അതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ സൂറ മുനാഫിഖൂൻ അടുത്ത ആഴ്ച ചെയ്യാം നമുക്ക്. ഹോൾ സൂറ വി ആർ ഡൂയിങ് ഇറ്റ്. അപ്പൊ വി വിൽ ഗെറ്റ് ഒരു ഐഡിയ കിട്ടും. നമുക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അറിയാമെങ്കിൽ വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ആ ബാബ്സ് ഒക്കെ തറവാണെങ്കിൽ ഇനിയിപ്പോ അഡ്വാൻസ്ഡ് വരുമ്പോ അതിലും ഇൻട്രസ്റ്റിംഗ് ആണ്. മാത്തമാറ്റിക്സ് പോലെയാവും. ഭയങ്കര കാൽക്കുലേഷൻ ആണ്. അൽഹംദുലില്ലാ. അപ്പൊ വിൽ ഡു സൂറ മുനാഫിഖൂൻ ഇൻഷാ അല്ലാഹ് ഓൺ മൺഡേ കേട്ടോ. അതെ, എന്തോ അച്ചീവ് ചെയ്ത പോലെ. സി വെനെവർ ഐ ഓൾവേസ്, ഞാൻ അറബിക് ഗ്രാമർ പഠിച്ചു തുടങ്ങിയപ്പോ എക്സാക്ട്ലി വാട്ട് ഐ ഫെൽറ്റ് വാസ്, ഈ ഖുറാൻ പണ്ട് വായിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ഏലിയൻ ലാംഗ്വേജ് വായിക്കുന്ന പോലെ വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഇറ്റ്സ് ലൈക്ക് വൺസ് ഐ വാസ് സ്റ്റഡിങ് ഇറ്റ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് ഒരു കറുത്ത കർട്ടൻ ഇങ്ങനെ മാറി 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 ഇങ്ങനെ വെളിച്ചം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീലാണ്. ഐ ഓൾവേസ് സേ ദാറ്റ്. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു കറുത്ത കർട്ടൻ ഇങ്ങനെ മാറി ഒരു വെളിച്ചം വരുന്ന ഒരു ഫീലായിരുന്നു ഓരോന്നും വായിച്ചു വായിച്ചും ബാബ്സ് ഒക്കെ പഠിച്ചു വരുമ്പോഴൊക്കെ. അൽഹംദുലില്ലാ. എനിവേസ്, അപ്പൊ ഇൻഷാല്ല തറവായിട്ട് ഈ 5-6 ദിവസം നിങ്ങൾക്ക് കുറെ ദിവസം നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. ബിക്കോസ് ഇറ്റ്സ് വാല്യുബിൾ ഡേയ്സ് ആണ്. വാല്യുബിൾ ഡേയ്സ് ആണ്. നമ്മൾ എന്തായാലും പഠിക്കാൻ ഇറങ്ങി. യു ജസ്റ്റ് സ്പെൻഡ് ഫ്യൂ മോർ മന്ത്സ് ആൻഡ് ദെൻ ഫിനിഷ് ഇറ്റ് ഓഫ്. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്തായാലും പഠിക്കണം. തറവായിട്ട് പഠിച്ചു പോവാം, മുമ്പോട്ട് തറവായിട്ട് പോവാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കിടന്ന് തപ്പിക്കൊണ്ടിരിക്കും. വാട്ട് ഇസ് എ പോയിന്റ്, തറവാക്കി പഠിക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം, ഓട്ടോമാറ്റിക് ആയിട്ട് വരും.